أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1309 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 20-21 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 20-21 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതമാണ് സൂറത്തുൽ ഖസസിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുതിർന്ന ഒരു യുവാവായി ശാരീരികമായും മാനസികമായും ഒക്കെ വളർച്ച നേടിയ ഒരു ഘട്ടത്തിൽ ഫിറഔന്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ജനവാസ കേന്ദ്രമായ പട്ടണ മധ്യത്തിലേക്ക് ഒരു ദിവസം വരുന്നതും അവിടെ ഒരു കാഴ്ച കാണാനിടയായി അതിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഒരു ബനൂ ഇസ്രായേൽക്കാരനെ ഖിബ്തി വംശത്തിൽപ്പെട്ട ഒരാള് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുകയുണ്ടായത്. അതിലിടപെട്ട് ബനൂ ഇസ്രായേൽക്കാരനെ മർദ്ദിച്ചുകൊണ്ടിരുന്ന ആളെ മൂസ അലൈഹിസ്സലാം അയാള് സഹായം തേടി വിളിച്ചപ്പോ ഓടിച്ചെന്ന് അതിലിടപെടുകയും ഖിബ്തി വംശത്തിൽപ്പെട്ട ആൾക്ക് അദ്ദേഹം ഒരു ഇടി വെച്ചു കൊടുക്കുകയും ചെയ്തു. അത് അയാളുടെ മരണത്തിന് കാരണമായി എന്നതാണ് ആദ്യ സംഭവം. മൂസ അലൈഹി ഇസ്ലാമില് വലിയ പശ്ചാത്താപവും ഞെട്ടലും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണത്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിനോട് വലിയ ഉദാരത കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് അള്ളാഹു തുടർന്ന്. മൂസ അലൈഹി ഇസ്ലാം അതിനെ തുടർന്ന് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അള്ളാഹുവോട്. അള്ളാഹുവെ നീ എനിക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന്റെ പേരിൽ അത് കാരണമായി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതിജ്ഞ ചെയ്യുകയാണ്. ഫലൻ അഫൂന വഹീറൻ ലിൽ മുജ്രിമീൻ. കുറ്റവാളികൾക്ക് ഞാൻ ഒരിക്കലും തന്നെ പിന്തുണ നൽകുന്നവനാവുകയില്ല. കുറ്റവാളികളെ സഹായിക്കുന്ന ഒരു ഏർപ്പാടിൽ ഞാൻ നിലകൊള്ളുകയില്ല എന്നതാണ്
അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതിജ്ഞ ചെയ്തത്. അതിനെ തുടർന്ന് അടുത്ത ദിവസം പട്ടണത്തിലേക്ക് ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഒക്കെ ഭയപ്പാട് കാണിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് കഴിഞ്ഞ ദിവസം തലേ ദിവസം തന്റെ സഹായം തേടി വിളിച്ച് കൂവിയ ആൾ തന്നെ ഈ ദിവസവും മറ്റൊരാളുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അയാൾ സഹായത്തിന് വിളിച്ച് കരയുകയാണ്. മൂസ അലൈഹി ഇസ്ലാം അയാളോട് ഒരല്പം പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇത് തന്നെ ഒരു ഏർപ്പാടാണല്ലേ, നീ വല്ലാതെ പിഴച്ച ഒരു പ്രവർത്തനം ചെയ്യുന്ന ആളാണ് എന്നുള്ള നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം പ്രതികരിച്ചത്. എന്നാൽ ആ അടിപിടിയില് ഇടപെടേണ്ടി വന്ന ഒരു ഘട്ടത്തില് മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേൽക്കാരനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആളെ ഒരു പ്രഹരമേൽപ്പിക്കാൻ മുതിർന്നപ്പോ കഴിഞ്ഞ തലേ ദിവസം സഹായം വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച വീണ്ടും ആ ദിവസം സഹായം തേടിക്കൊണ്ട് കരഞ്ഞ ആ ബനു ഇസ്രായേൽക്കാരൻ തെറ്റിദ്ധരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം തന്നെയാണ് ഇടിക്കാനായിട്ട് ഓങ്ങി വരുന്നത് എന്ന് കരുതി അയാൾ വിളിച്ചു പറയുന്നത്, കഴിഞ്ഞ ദിവസം നീ ഒരാളെ വധിക്കുകയുണ്ടായി, അതേപോലെ എന്നെയും വധിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നാണ് അയാള് ചോദിക്കുന്നത്. നീ വലിയ കുഴപ്പക്കാരനായിട്ടാണല്ലോ പെരുമാറുന്നത്, നീ ആളുകൾക്കിടയിൽ രഞ്ജിപ്പോ യോജിപ്പോ ഒന്നുണ്ടാക്കുന്ന ഇസ്ലാഹ് ചെയ്യുന്ന ആളല്ല, നീ ഒരു അക്രമിയായിട്ടാണല്ലോ പെരുമാറുന്നത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ആ ബനു ഇസ്രായേൽക്കാരൻ പറയുന്നത്. ഇതിനെ തുടർന്നുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഞാൻ നിങ്ങളെ ആ ആയത്തുകൾ കേൾപ്പിക്കുകയുണ്ടായി. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്അ, ഒരാള് പട്ടണത്തിന്റെ കുറെ അകലെ നിന്നായിട്ട് ഓടിക്കതച്ചു അങ്ങോട്ട് എത്തുകയാണ്, ആ രംഗത്തേക്ക് എത്തുകയാണ്. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. മൂസേ, നാട്ടുപ്രമാണിമാരൊക്കെ ഒത്തുചേർന്നിട്ട് നിന്നെ വധിച്ചു കളയുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. നീ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കിയവനായി മാറിയിട്ടുണ്ട് എന്ന നിലക്ക് നിന്നെ കൊന്നുകളയാനാണ് അവര് കൂടിയാലോചന ചെയ്യുന്നത്. ഫഖ്റുജ്, അതുകൊണ്ട് നീ വേഗം ഇവിടുന്ന് പൊയ്ക്കോ, ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. ഇന്നി ലക മിനൻ നാസിഹീൻ, തീർച്ചയായിട്ടും ഞാൻ നിന്നോട് വലിയ ഗുണകാംക്ഷയുള്ളവനായിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഗുണകാംക്ഷ കാരണമായിട്ട് ഒരു നസീഹത്ത് എന്നുള്ള നിലക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഇതാണ് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടിക്കതച്ചു വന്ന ഒരാള് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ 2ാമത്തെ ദിവസം ഏറ്റുമുട്ടല് നടക്കുന്ന രംഗത്ത് ബനു ഇസ്രായേൽക്കാരൻ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലേ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കളഞ്ഞത് ആ ഖിബ്തി വംശജനായ ആള് കേൾക്കാനിടയാവുകയും അയാളിൽ നിന്ന് അത് നാട്ടിലെ പ്രമാണിമാരുടെ അടുക്കലൊക്കെ ആ വിവരം എത്തുകയും ഉണ്ടായി എന്നതാണ്. അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ നടപടിയെടുക്കാൻ ആലോചിച്ചുകൊണ്ട് നാട്ടിലെ ഖിബ്തി വംശജരായ പ്രമാണിമാര് ഒത്തുകൂടി അവരെല്ലാവരും കൂടിയാലോചിച്ച് മൂസായുടെ കഥ കഴിച്ചു കളയാൻ തീരുമാനിച്ചു എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഗുണകാംക്ഷ കാണിക്കുന്ന ഒരാള് അകലെ നിന്ന് ഓടി വന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശം വേഗം സ്ഥലം വിട്ടോളാനാണ്. ഫഖ്റുജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേഗം ഇവിടുന്ന് പുറപ്പെട്ട് പോയിക്കോളൂ.
ഇന്നീലൊക്കെ മിനൻ നാസിഹീൻ, നിന്നോട് വലിയ നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ളവനാണ് ഞാൻ, അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ വന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാള് കാര്യം വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഈ ബനു ഇസ്രായേൽക്കാരനും ഖിബ്തി വംശജനും തമ്മിൽ രണ്ടാമത്തെ ദിവസം നടക്കുന്ന ആ സംഘർഷം, ആ സംഘർഷഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ബനു ഇസ്രായേൽക്കാരൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം നീ ഒരാളെ കൊന്നു, അതേപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണല്ലോ, നീ വലിയ കുഴപ്പക്കാരനാണല്ലോ, നീ നന്മ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ഇടപെടുന്ന ഒരാളല്ല എന്ന നിലക്കാണ് സംസാരിച്ചത്. ഒരു പക്ഷേ ആ ഘട്ടത്തിലായിരിക്കണം തലേ ദിവസം ഉണ്ടായ കൊലപാതകം, ഒരാൾ മരിക്കാനിടയായ ആ ഏറ്റുമുട്ടല്, അതിന്റെ ചില രഹസ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ഖിബ്തി വംശജനായ ആള് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് നാട്ടിലെ പ്രമാണിമാര് മൂസ അലൈഹി ഇസ്ലാമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കൂടിയാലോചന നടത്തിയിട്ട് അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിക്കുകയും ചെയ്യാം. ഈ കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഗുണകാംക്ഷ ഉണ്ടായിരുന്ന ഒരാള് ഒരുപാട് അകലെ നിന്ന് ഓടിക്കിതച്ച് വന്ന് അദ്ദേഹത്തോട് പറയുന്നത്. വേഗം സ്ഥലം വിട്ടോളാനാണ് അദ്ദേഹത്തിന്റെ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം. ഫഖറജ മിൻഹ, ഇങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ആ പട്ടണം വിട്ട് പുറത്തേക്ക് പോയി. ഫഖറജ മിൻഹ ഖായിഫൻ, വലിയ ഭയപ്പാടോടുകൂടിയാണ്, പേടി അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ്. യതറഖബ്, വളരെ ജാഗ്രതയും ശ്രദ്ധയും ഉള്ള വിധത്തിൽ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തെ ഭീതി പിടികൂടിയിട്ടുണ്ട്, വലിയ ജാഗ്രതയും കരുതലും അദ്ദേഹം കാണിക്കുന്നുണ്ട്. പത്തും പതുങ്ങിയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ തനിക്ക് ജീവൻ അപായം ഉണ്ടാവാത്ത വിധത്തില് സുരക്ഷിതമായിട്ട് പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കരുതലും ശ്രദ്ധയും ഒക്കെ കൊടുത്തുകൊണ്ട് അവിടുന്ന് പുറപ്പെടുന്നത്. ആ പുറപ്പെടുന്ന ഘട്ടത്തില് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, പടച്ചതമ്പുരാനെ നീ എന്നെ അതിക്രമകാരികളായ ജനതയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ്. ഇവിടെ മൂസ അലൈഹിസ്സലാം ഖിബ്തി വംശജരായ ഭരണവർഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ കഴിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് അതിനായി ഒരുങ്ങി പുറപ്പെടുന്ന ഖിബ്തി വംശജരായ പ്രമാണിമാര് വളരെ വൈകാതെ തന്നെ തന്റെ അടുക്കൽ എത്തും എന്ന ഒരു ആശങ്കയിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് ഈ ളാലിമുകളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടായിട്ട്. അപ്പോ ഈ സന്ദർഭത്തിൽ നടന്ന ഒരു സംഭവം വെച്ചുകൊണ്ട് ആളുകൾ അതിനെ വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരു കൊലപാതകം നടന്നതാണ് വിഷയം എങ്കിൽ അത് ആ അക്രമം ചെയ്തിട്ടുള്ളത് മൂസ അലൈഹി ഇസ്ലാമാണ്. എന്നിട്ട് ഇവിടെ അക്രമികളായ സമൂഹത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും മൂസ അലൈഹി ഇസ്ലാമാണ്. ഇതെങ്ങനെയാണ് ചേർന്നു പോവുക എന്നൊരു ആലോചന സ്വാഭാവികമായിട്ടും ഉടലെടുക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഇടപെടൽ കാരണമായിട്ട് ഒരാൾ മരിച്ചുപോയ സംഭവം, ഇത് ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ കൂടി സൃഷ്ടിയാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബനു ഇസ്രായേൽ സമൂഹത്തെ നാട്ടില് ദുർബലരാക്കി മാറ്റി അപരവൽക്കരിച്ച് അവരുടെ മേൽ നിരന്തരം പീഡനങ്ങൾ അഴിച്ചുവിട്ട് അവരിൽ ആൺമക്കളെ കൊന്നൊടുക്കുകയും പെൺകുട്ടികളെ അപമാനിതരായ വിധത്തിൽ ജീവിക്കാൻ വിടുകയൊക്കെ ചെയ്യുന്ന രീതി സ്വീകരിച്ചുകൊണ്ട് ബനു ഇസ്രായേൽക്കാരെ അടിമതുല്യരായി ജീവിക്കാൻ
നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് അവിടെ നിലനിന്നിരുന്നത്. ഈ സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇവിടെ രണ്ട് വംശത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വൈരം ഉടലെടുക്കുന്നത്. അപ്പൊ ഈ വൈരം ഉടലെടുത്ത സാഹചര്യത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന് അവിടെ നടന്ന ഒരു അടിപിടിയിൽ ഇടപെടേണ്ടി വരുന്നതും വളരെ അവിചാരിതമായി ഉദ്ദേശപൂർവമല്ലാതെ ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയായി മാറേണ്ടി വരികയും ചെയ്യുന്നത്. ഇത് ഈ ലാലിമുകളായ നാട്ടിലെ പ്രമാണിമാരും ഭരണവർഗവും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ ഫലമായിട്ടുള്ളതാണ് എന്നതാണ് വളരെ വ്യക്തമായ ഒരു സംഗതി. അപ്പോ തന്റെ കക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിലും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിലും അതൊന്നും പ്രായോഗികമായി ഗുണം ചെയ്യാത്ത ഒരവസ്ഥയിലാണ് താനുള്ളത് എന്നത് മൂസ അലൈഹി ഇസ്ലാം ഈ ഘട്ടത്തിൽ തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്നാണ്. അള്ളാഹു എന്നെ നീ അതിക്രമകാരികളായ ആളുകളുടെ ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന്. അപ്പോ സ്വാഭാവികമായിട്ട് ബനു ഇസ്രായേൽക്കാര് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിരന്തരം അവര് രാജ്യത്തിന്റെ ശത്രുക്കളായിട്ട് മുദ്രകുത്തപ്പെടുകയും ഭരണവർഗം അവരെ ശത്രുക്കളായിട്ട് നിരന്തരം പരാമർശിച്ചുകൊണ്ട് അവരെ ശത്രുക്കളോടെന്ന പോലെയുള്ള ഒരു നിലപാട് നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ കാരണമായിട്ട് ആളുകൾക്കിടയിൽ വൈരം, അതുപോലെ വ്യക്തിപരമായ ശത്രുത, പക, വിദ്വേഷം ഇതൊക്കെ വളർന്നു വന്നിരിക്കുകയാണ്. ഇതിനോട് സമാനതയുള്ള പല സാഹചര്യങ്ങളും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വടക്കേ ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും ഹോട്ടലുകളിൽ റൂം പോലും ലഭിക്കുന്നില്ല എന്ന ഒരു സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ആണെന്ന് കണ്ടാൽ താമസ സൗകര്യം കിട്ടാതിരിക്കുക, മുസ്ലിങ്ങൾ വന്ന് ഒരു നൈബർഹുഡിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്നത് ബാക്കിയുള്ളവര് അതിനെക്കുറിച്ച് വലിയ പരാതി ഉന്നയിക്കുക, മുസ്ലിങ്ങളെ വംശീയമായിട്ട് ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നിരന്തരം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരവാദി മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് വംശീയതയുടെയും അതുപോലെ ജാതീയതയുടെയും ഒക്കെ വിഷം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തന്നെ നിലകൊള്ളുന്ന തരം ആളുകളും സംഘടിത വിഭാഗങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് വളരെ എളുപ്പത്തിൽ വയലൻസ് ഉടലെടുക്കുക എന്നത്, ഹിംസാത്മകമായി സാഹചര്യങ്ങൾ മാറുക എന്നുള്ളത് വളരെ സ്വാഭാവികതയുള്ള കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഹിംസാത്മകമായ സാഹചര്യങ്ങൾ ഉണ്ടായി വരാൻ. ചെറിയ ചെറിയ കാരണങ്ങൾ. ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ വളരെ നിസ്സാരമായ ഒരു പശു മറ്റൊരാളുടെ വയലിലേക്ക് കയറിയെന്നോ അങ്ങനെയൊക്കെയുള്ള വളരെ സ്വാഭാവികമായ സാധാരണമായ കാര്യങ്ങളുടെ പേരിലൊക്കെയാണ്, അല്ലെങ്കിൽ തന്റെ വളപ്പിലേക്ക് കയറിയ പശുവിനെ ഒരു ചുള്ളലോ വടിയോ ഒക്കെ എടുത്തുകൊണ്ട് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പലപ്പോഴും വലിയ വർഗീയ കലാപങ്ങൾ രാജ്യത്ത് ഉടലെടുത്തിട്ടുള്ളത്. അതുപോലെയുള്ള നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. പശുവിനെ നോക്കിനോ കണ്ടുനോ തൊട്ടുനോ ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവിടെ പല സംഘർഷങ്ങളും ഉടലെടുക്കാറുള്ളത്. ഇതിവിടെ അന്തരീക്ഷത്തിൽ അത്രയും വലിയ വംശീയ
വിദ്വേഷം അങ്ങനെ ആളിക്കത്തിച്ച് നിർത്തപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ട് പുറകിലുള്ള അല്ലെങ്കിൽ ചിന്താപരമായിട്ട് വളരെ താഴെ നിലക്കൊള്ളുന്ന തരം വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഒരു ആലോചനയില്ലാതെ ഒരു മുൻപിൻ വിചാരവും ഇല്ലാതെ പല ഏറ്റുമുട്ടലുകളും ഉണ്ടാക്കുന്നത്, സംഘർഷത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെത് നമ്മുടെ ഇതിനോട് സമാനതയുള്ള ഒരു സാഹചര്യമാണ് ഈജിപ്തിൽ ആ ഘട്ടത്തിൽ എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പൊ അക്രമകാരികളായ ആളുകളുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഈജിപ്തിൽ നിലനിൽക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കൈകളാൽ ഒരു കൊല നടന്നു എന്നത് അതിലെ ഒരു യാദൃച്ഛികമായി വന്നു ചേർന്ന അവിചാരിതമായ, ഒട്ടും ആഗ്രഹിക്കുകയോ അഭിലഷിക്കുകയോ ഒന്നും ചെയ്യാതെ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം ഈ അക്രമകാരികളായ ആളുകളുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നേരത്തെ മൂസ അലൈഹി ഇസ്ലാം നടത്തിയ പ്രാർത്ഥനയില് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയില് ഫലൻ അക്കൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് പിന്തുണ നൽകുന്ന, സഹായം നൽകുന്ന ഒരാളായിട്ട് ഞാൻ ഒരിക്കലും നിലകൊള്ളുകയില്ല എന്ന് മൂസ അലൈഹി ഇസ്ലാം പ്രതിജ്ഞ ചെയ്തത് നമ്മൾ മുകളിൽ കാണുകയുണ്ടായി. അവിടെയും അതിന്റെ മുഖ്യമായ ലക്ഷ്യം, ഈ കുറ്റവാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ആ കൊലപാതകത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വിധത്തിൽ സഹായം വിളിച്ച് ആവശ്യപ്പെട്ട ബനു ഇസ്രായേൽക്കാരനെ സൂചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരിരുവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച ആ മർദ്ദക ഭരണകൂടത്തിന്റെ ആ കുറ്റവാസനയെയും കുറ്റകരമായി അവര് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വംശീയ ഉന്മൂലനത്തിന്റെയും കാര്യമൊക്കെയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരിടത്ത് അല്ലാഹു അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്ന് പറയുന്നതാണ്. കൊലയേക്കാൾ ദ്രോഹകരമായതും അപകടകരമായതുമാണ്, കടുപ്പമേറിയതാണ് ഫിത്ന എന്നത്. ഇവിടെ ഫിത്നയാണ്, നാട്ടിൽ വലിയ കുഴപ്പമാണ് ഈ ഖിബ്തി വംശത്തിന്റെ ഭരണകൂടം അഴിച്ചുവിടുന്നത്. വംശീയ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ ബനു ഇസ്രായേൽക്കാരോട് പ്രതികരിച്ചുകൊണ്ട് അവരിലെ ആൺമക്കളെ കൊന്നൊടുക്കുകയും പെൺമക്കളെ നിരാലംബരായിട്ട് അപമാനിതരായി ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ ഫിത്നയാണ് നാട്ടില് അവര് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. സമൂഹത്തിൽ നീതിയും തുല്യതയും ലഭിക്കാത്ത, ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് വലിയ ഫിത്നയാണ്. ആ ഫിത്ന പലപ്പോഴും ഒരു കൊലപാതകം എന്ന തെറ്റിനേക്കാൾ കടുപ്പമേറിയതായിരിക്കും എന്നതാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ മുജ്രിമുകളുടെ സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുക, അതിന് ഒത്താശ ചെയ്ത് അവരുടെ ഒരു വെൽവിഷറായിട്ട് നിലകൊള്ളുക എന്നൊരു ഏർപ്പാട് ഇനി ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്നാണ് മൂസ അലൈഹിസ്സലാം ആദ്യഘട്ടത്തില് പ്രതിജ്ഞയായിട്ട് പറയുകയുണ്ടായത്. ഈജിപ്തിൽ നിന്ന് നാട് വിട്ടു പോകുന്ന ഘട്ടത്തില് അദ്ദേഹം പറയുന്ന കാര്യം റബ്ബി നജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ ലാലിമുകളായ സമൂഹത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്നാണ്. നമ്മൾ ഇന്ന് വായിച്ച ഈ രണ്ടായത്തുകള് ആണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖസസിലെ 20-21 ആയത്തുകൾ. ഇതുമായി നേരിട്ട് ഒരു ബന്ധമുള്ള ഒരു ചോദ്യം വന്നു കിട്ടിയത് കൂടിയുണ്ട്. അതിനോട് പ്രതികരിക്കുക കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പില് കാസിം എന്ന പേരുള്ള സുഹൃത്ത് അയച്ചതാണ് ചോദ്യം. 14-ാമത്തെ ആയത്തില് മൂസ അലൈഹി ഇസ്ലാമിന് ഇൽമും ഹിക്മത്തും നൽകിയതായിട്ട് പറയുന്നുണ്ട്.
എന്നാൽ തൊട്ടടുത്ത ആയത്തിൽ തന്നെ മൂസ അലൈഹിസ്സലാം ഒരു കുറ്റകൃത്യം ചെയ്തതാണ് പറയുന്നത്. ഇക്കാര്യം എങ്ങനെയാണ് നമുക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അള്ളാഹു ഇൽമും ഹിക്മത്തും നൽകി അനുഗ്രഹിച്ച ഒരാളാണല്ലോ മൂസ അലൈഹിസ്സലാം. പിന്നെ എങ്ങനെ അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ചോദ്യം. മൂസ അലൈഹിസ്സലാം ശാരീരികവും മാനസികവുമായ വളർച്ച പ്രാപിച്ച ഘട്ടത്തില് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഇഹ്സാൻ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ആതൈനാഹു ഹുക്മം വ ഇൽമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നാം ഹിക്മത്തും അതുപോലെ ജ്ഞാനവും അറിവും നൽകി, അറിവും പ്രായോഗിക ബോധവും അല്ലെങ്കിൽ വിസ്ഡവും ഒക്കെ നൽകി എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം നന്മയിൽ അധിഷ്ഠിതമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാളായിട്ട്, നല്ല സദ്ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത്. എന്നാൽ തുടർന്ന് സൂറത്തുൽ ഖസസിൽ തുടർന്നുള്ള ആയത്തുകളിൽ വിവരിക്കുന്ന കാര്യങ്ങൾ മൂസ അലൈഹി ഇസ്ലാം ഒരു കൊലപാതകം ചെയ്യുന്നതിലേക്ക് എത്തിയ സംഭവമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂസ അലൈഹി ഇസ്ലാം അവിടെ നടന്നിരുന്ന സംഘർഷത്തിൽ യഥാർത്ഥത്തിൽ പങ്കാളിയല്ല. അതിലൊരാള് സഹായം തേടിക്കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചത് കൊണ്ട് അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ ഒരു ഉദ്ദേശപൂർവമായിട്ടൊരു കൊലപാതകം നടത്തുകയായിരുന്നില്ല ആ ഘട്ടത്തിൽ ചെയ്തത്. അദ്ദേഹം ബനൂ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ആളെ സഹായിക്കാനും ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന ആളെ ബനൂ ഇസ്രായേൽക്കാരനെ മർദ്ദിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടിയാണ് ഇടപെടൽ നടത്തുന്നത്. അപ്പൊ അയാളെ നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഇടി വെച്ചു കൊടുത്ത കാര്യം മാത്രമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അയാളെ ആവർത്തിച്ച് ആക്രമിക്കുകയോ അയാളെ നിരന്തരം ശാരീരികമായി ദ്രോഹിക്കുകയോ ഉദ്ദേശപൂർവം കൊല്ലാൻ വേണ്ട എന്തെങ്കിലും കഴുത്ത് പിടിച്ചു ഞെരിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇടി വെച്ചു കൊടുത്തത് അയാളുടെ മരണകാരണമായി എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഉദ്ദേശപൂർവം ചെയ്തൊരു കൊലപാതകമല്ല, പക്ഷെ ഏത് നിയമവ്യവസ്ഥയിലും ശിക്ഷാർഹമായ ഒരു തെറ്റ് തന്നെയായിരിക്കും ഇത്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് ഹിക്മത്തും ഇൽമും നൽകപ്പെട്ടതിന് ശേഷം പിന്നെ ഇതെങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം. ഒന്നാമതായിട്ട് കയ്യബദ്ധങ്ങള് ഉദ്ദേശപൂർവമല്ലാതെ ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്ക് ചട്ടുകമായി പോവുക എന്നത് ആരുടെ കാര്യത്തിലും സംഭവിക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇപ്പോ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിലും വണ്ടി നിയന്ത്രണത്തിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോ അപകടം ഉണ്ടാവുകയും മരണകാരണം ആവുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ചില ഇടപെടലുകൾ നടത്തുമ്പോൾ ഇങ്ങനെ മർമ്മത്തിൽ കൈ പറ്റുകയോ മറ്റോ ചെയ്തുകൊണ്ട് ഒരാൾ മരിക്കാനോ ഒക്കെ കാരണമാകാം. ഉദ്ദേശപൂർവം അയാളെ കൊന്നതല്ല. അങ്ങനെയുള്ള യാതൊരു താല്പര്യവും മൂസ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നില്ല എന്നത് അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്താക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ബൃഹത്തായ പദ്ധതിയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊണ്ടുവരുവാൻ അള്ളാഹു ചെയ്തിട്ടുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നൊരു കാര്യം മാത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിറൗന്റെ കൊട്ടാരത്തിൽ മൂസ അലൈഹി ഇസ്ലാം കഴിയേണ്ടിയിരുന്ന ഒരു കാലം ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അവിടെ തുടർന്നുകൂടാ. മൂസ അലൈഹി ഇസ്ലാമിനെ അവിടുന്ന് പോകാൻ അള്ളാഹു മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 8-10 വർഷങ്ങള് ഒരു പ്രവാചകന്റെ കീഴില് അദ്ദേഹത്തിന്റെ ശിഷ്യനായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ മരുമകനായിക്കൊണ്ടും ഒക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം മൂസ അലൈഹി ഇസ്ലാമിന് തുറന്നു വരുന്നുണ്ട്.
അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത് കൊട്ടാരം വിട്ടു പോകാൻ മൂസ അലൈഹി ഇസ്ലാം നിർബന്ധിതനാകുന്നത് കൊണ്ടാണ്. ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം തന്നെ പോറ്റി വളർത്തിയ ഭരണകൂടത്തിന്റെ ആളുകളുമായി വലിയ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് തുടർന്നും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം നാട് വിട്ടു പോകാൻ പ്രത്യേകിച്ച് സാഹചര്യമൊന്നും വന്നു ചേർന്നു കൊള്ളണം എന്നില്ല. മൂസ അലൈഹി ഇസ്ലാമിനെ തന്നെയും ചില കാര്യങ്ങളൊക്കെ അള്ളാഹു ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനാണ് ഒരുപക്ഷെ പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ഏറെ പരിശീലനം നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പാരന്റ്സിനോടൊപ്പം ശൈശവം ചെലവഴിക്കാൻ അള്ളാഹു സാഹചര്യം ഒരുക്കിയിട്ട് പിന്നെ കൊട്ടാരത്തില് ഭരണ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളോടൊപ്പം അവ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ സ്വായത്തമാക്കാൻ കഴിയുന്ന വിധത്തില് ഭരണസിരാ കേന്ദ്രത്തിലും ഭരണാധികാരികളുടെ നിത്യജീവിതവുമായിട്ട് ഇടപഴകിക്കൊണ്ടുമൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന് ദീർഘമായ ഒരു കാലത്തെ പരിശീലനം ലഭിക്കുകയാണ്. അതിനുശേഷം ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഘട്ടത്തിൽ ലഭിക്കുന്ന പരിശീലനം ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപക്ഷെ അദ്ദേഹത്തെ എല്ലാ നിലക്കും സജ്ജമാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ആടിനെ മേയ്ക്കലും ഷുഐബ് അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു പ്രവാചകൻ ആയിരുന്ന ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ശിക്ഷണത്തിൽ വളരുകയൊക്കെ ചെയ്യുന്ന കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി സാഹചര്യം ഒരുക്കി കൊണ്ടുവരിക എന്നത് അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ ബൃഹത്തായ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വീഴ്ചകളുടെ പേരിൽ അവിചാരിതമായി ഉണ്ടാകുന്ന കയ്യബദ്ധങ്ങളുടെ പേരിൽ അദ്ദേഹത്തില് ഉണ്ടാകേണ്ട മനസ്താപം മാനസികമായി അദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്താപം, കുറ്റബോധവും തെറ്റ് സംഭവിച്ചതിന്റെ പേരിലുള്ള പശ്ചാത്താപ ബോധവും അതുപോലെ വിനയവും എളിമയും ഒക്കെ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം വളരെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ആ നിലക്ക് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടുകൊണ്ടിരുന്ന പരിശീലനങ്ങളുടെ കൂടി ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കയ്യബദ്ധവും അള്ളാഹു നിശ്ചയിച്ച് കാണുന്നു. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹിക്മത്തും ഇൽമും നൽകപ്പെട്ട ആളുകൾക്ക് ഇങ്ങനത്തെ കയ്യബദ്ധങ്ങൾ പറ്റുകയില്ല എന്നൊന്നും നമ്മൾ സങ്കല്പിക്കുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതിനെ തുടർന്നുള്ള പല സംഭവങ്ങളും അരങ്ങേറണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണം. മൂസ അലൈഹി ഇസ്ലാമിനെ കേൾക്കാൻ അവര് നിർബന്ധിതമാകുന്ന വിധത്തില് അവർക്ക് മൂസ അലൈഹി ഇസ്ലാമിനോട് ചിലതൊക്കെ പറയാനും ചോദിക്കാനും ഉണ്ടാകുന്ന ഒരു സാഹചര്യം പിൽക്കാലത്ത് മൂസ അലൈഹി ഇസ്ലാം തിരികെ എത്തി ഫിറൗനെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അതൊരു വിഷയമായിട്ട് ഉണ്ടാകണം എന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമായിരിക്കണം. അതുകൊണ്ട് ഖദറിന്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമായിട്ട് മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. മൂസ അലൈഹി ഇസ്ലാം ഉദ്ദേശപൂർവം ചെയ്ത ഒരു കുറ്റമായിട്ട്, ഒരു തെറ്റായിട്ട് അതിനെ ഖുർആനിൽ എവിടെയും വിലയിരുത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. തുടർന്നുണ്ടായ സംഭവങ്ങൾ നൽകുന്ന സൂചനയും അതുപോലെയാണ്. പക്ഷെ അത് കുറ്റം തന്നെയാണ്, ശിക്ഷാർഹമായ ഒരു സംഗതി തന്നെയായിട്ടാണ് ഏത് ശരീഅത്തിലും അത് വിലയിരുത്തപ്പെടുക. പക്ഷെ ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അള്ളാഹുവിന്റെ ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലക്കാണ് ഞാൻ ആ സംഭവത്തെ നോക്കി കാണുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.